നമസ്കാരം. ഓ, എന്താ ആ ശബ്ദം കേട്ടെ? ആരും ഭയപ്പെടണ്ട. ഇപ്പോ തിയേറ്ററിൽ റിലീസായ ഒരു സോഷ്യൽ മീഡിയ താരത്തിന്റെ സിനിമ വെടികെട്ട ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. ഓ, അതായിരുന്നു സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ. അപ്പോ നമ്മുടെ അഖിൽ മാരണം എന്തെന്ന് മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലിയോ എന്തോ ഒരു പേരില് ഒരു വലിയ സിനിമയായിട്ട് മോഹൻലാലിനെ വരെ വീട്ടിലിരുത്തിയതിനു ശേഷം മലയാള സിനിമാ ഇൻഡസ്ട്രി അടക്കി വാഴാൻ വന്ന പുതിയ രായാവാണ്. ആ വായല്ലാതെ വേറെ ഒരു കാര്യമില്ലെന്ന് മനസ്സിലായോ? കുറെ ഡയലോഗടി വീരന്മാർ, ഏത് ഒരു മാങ്ങാണ്ടി, ഒരു മാരണം തുടങ്ങി പലരും നാവ് കൊണ്ട് ഡയലോഗ് അടിച്ച് ജീവിക്കുന്നവരാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പോ മുള്ളംകൊല്ലിയുടെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ അശ്വന്ത് കോക്കിന്റെ ഒക്കെ പ്രതികരണം കേൾക്കുമ്പോൾ പൊന്നോ, തിയേറ്ററിന്റെ മുന്നിൽ കൂടെ നടന്നിരുന്നെങ്കിൽ ജീവിതം വേസ്റ്റ് ആണ്. വലിയ എന്തോ സിനിമാക്കാരനാണ് അത്ര ഉണ്ടം പൊരി. എന്തായാലും അശ്വന്ത് കോക്ക് ആ സിനിമയെ കുറിച്ച് പറഞ്ഞ കേട്ടപ്പോ ഉള്ളിൽ വല്ലാത്ത കുളിരാണ് വന്നത്. ഈ നാട് എന്താണോ ആഗ്രഹിച്ചത്, ഒരു സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ സ്വയം കരുതുകയാണ് എനിക്കിതാ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്, ഈ നാട്ടിൽ എന്തോ തേങ്ങാ കൊലയാണെന്ന്. ആ തേങ്ങാ കൊലക്കാരൻ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ആ സിനിമയ്ക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് കൊടുത്ത പ്രതികരണം എന്താണെന്ന് അശ്വന്ത് കോക്കിലൂടെയും മറ്റു ഒന്ന് രണ്ട് പ്രതികരണം കൂടി നിങ്ങളൊന്ന് കേട്ടെ. Hi all, this is Cock. Midnight in Molankolle. Writer, director Babu Chan. Producer പ്രസീജ് കൃഷ്ണ. മറ്റ് ടെക്നീഷ്യൻസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്തോ മാംഗല്യം തന്തുനേന സീരിയൽ ഇസ് ബെറ്റർ. മാരാറിനെ നാക്ക് കടിയില്ല. മാരാടെ നാക്ക് കടിച്ചിട്ട് മറ്റേ ബിഗ് ബോസിൽ കണ്ടില്ലേ, സെയിം നാക്ക് കടിക്കുന്ന പുലിമുരുകൻ കാട്ടിലൊക്കെ ഫൈറ്റ്. പിന്നെ ഒരു വള്ളിക്കെട്ട് ഫൈറ്റ് ഉണ്ട്. മാരാറെ വള്ളി കൊണ്ട് കെട്ടിയിട്ട് വള്ളി കൊണ്ട് കെട്ടാൻ പറ്റിയില്ല. എൻ്റെ മാരാറ് എന്നെ വള്ളി എടുത്തു പോയിട്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിങ്ങനെ വള്ളിയും പിടിച്ച് കിടക്കുക മാരാറ്. ലാസ്റ്റ് മാരാറേക്കാൾ മുക്കുന്ന ഒരു വില്ലൻ. അങ്ങനെ മുക്കൽ മത്സരം അവസാനം. അങ്ങനെയൊക്കെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. മികച്ച ഒരു മലങ്കൾട്ട് അന്തസ് പുത്തൂർ ചെല്ലത്തിൽ ഹിറ്റടിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. സത്യം പറഞ്ഞാൽ ആ വായില്ലെങ്കിൽ ഉണ്ടല്ലോ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ വായാണ് സമ്മതിക്കാൻ. എന്താടേ വേടഞ്ഞ പറയാനായിട്ടുള്ള ഒരു ഇതുമില്ല. പക്ഷെ ആ വായാണ് സമ്മതിക്കേണ്ടത്. വായ എന്ന് വെച്ചാൽ ഒന്നൊന്നര വായ തന്നെ. സത്യം പറയാം, ഒരു പട്ടിയം വന്നത് കടിച്ച് കീറലെന്നാണ് ഞാൻ ആലോചിക്കണത്. ഒരു പോസിറ്റീവും ഇല്ല. പിന്നെ അയാളെ പേരെന്തോന്ന്, ജാഫർ അടിക്കുക. അയാൾ നല്ലൊരു നടന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ പടം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അയാളോടുള്ള ആരാധനയൊക്കെ പോയി. കാര്യം വമ്പം കോമഡിയായിപ്പോയി. എന്തോന്നല്ലേ ഇത്. കോട്ടയം നസീർ എന്താ പറയാ, ഞാനൊരു മിമിക്രി കലാകാരനായതുകൊണ്ട് ഞാൻ പുള്ളീനെ കുറ്റാൻ പറഞ്ഞില്ല. എന്നാലും പുള്ളിയുടെ വില കളയാനായിട്ടാണ് ഈ മൂത്രമൊഴിക്കുന്ന മുള്ളംകുലിയിൽ വന്നത്. സത്യം പറയാല്ലേ, എന്തോന്നല്ലേ ഇത്. എനിക്ക് എങ്ങനെയാണ് പുള്ളിയിരിക്കണത്. അതേപോലെ ഈ അഖില് ആ പടത്തിൽ അഭിനയിച്ച് എനിക്ക് തോന്നുന്നു തോന്നുന്നത് അതേപോലത്തെ കടുപ്പം. എല്ലാ എക്സ്പ്രഷനും ഒരേപോലെ ഇരിക്കണം. പാവപ്പെട്ട പ്രൊഡ്യൂസർമാരെ എല്ലാം കൊണ്ടുപോയി കൊല്ലാനും എവിടെ കിടക്കുന്ന കാച്ചില് പൂച്ചിലുകളെയൊക്കെ എന്തോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതായത് സമൂഹത്തിലെ ഏറ്റവും വലിയ അശ്ലീലങ്ങളെ സൃഷ്ടിക്കുന്ന, ഈ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ബാധ്യതകളെ, ഈ സമൂഹത്തിന് തന്നെ വലിയ ശല്യക്കാരെ സൃഷ്ടിച്ചു വിടുന്ന ഒരു പരിപാടി. ആ പരിപാടിയിലുള്ള ഏതിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ എന്റെ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകാരെല്ലാം കൂടി വന്ന് പടത്തിനെ അങ്ങ് വിജയിപ്പിക്കുമെന്നാണ് കേട്ടത്. അതായത് ആദ്യ ഷോയിൽ ഇത്രയും വലിയ വെടി വേറെ എങ്ങും കേട്ടിട്ടില്ല. ആൾക്കാരുടെയൊക്കെ റിവ്യൂ കേട്ട് കഴിഞ്ഞാൽ പൊന്ന് തമ്പുരാനെ, ആ മാരണത്തിന് അർഹിക്കുന്ന പ്രതികരണം തന്നെയാണ് നാട്ടുകാർ കൊടുക്കുന്നത്. എന്റെ ഈ മോന്ത നേരെ അങ്ങ് ബിഗ് സ്ക്രീനിൽ കാണിച്ചാൽ ഫോളോവേഴ്സ് എല്ലാം കൂടി വന്ന് ഇടിച്ചു കയറി സിനിമ വലിയ സംഭവമാക്കുമെന്നൊക്കെയാണ് തള്ളി മറിച്ചിരുന്നത്. ഇപ്പൊ മനസ്സിലായോ കേരളം എന്താണെന്ന്? ഏതെങ്കിലും 4, 3, 7 പേരുടെ ലൈക്കും കണ്ടിട്ട് ഇതാണ് കേരളമെന്ന് വിചാരിച്ച് നടക്കുന്ന പല ഊളകൾക്കുമുള്ള ഈ നാടിന്റെ മറുപടിയാണ്. അദ്ദേഹം ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എല്ലാവർക്കും അറിയാലോ. നാവ് കൊണ്ട് ഡയലോഗ് അടി, പ്രവൃത്തിയിലൊന്നുമില്ല. എന്തിനേറെ പറയുന്നു, വയനാട് ഞാൻ 3 വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പൊ വീട് വെക്കുന്ന കാര്യത്തെക്കുറിച്ച് മിണ്ടുന്നേയില്ല. ഇങ്ങനെ അവസരത്തിനൊത്ത് തനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദിവസം 1 ലക്ഷം രൂപ വെച്ചുണ്ടാക്കുന്ന ഒരു വേദനിക്കുന്ന കോടീശ്വരനായി മാറിക്കൊണ്ടിരിക്കുന്ന മാരണത്തിന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഒരു ക്രിയേറ്റിവിറ്റിയുമായിട്ട് വന്നാൽ എന്താണ് ജനം കൊടുത്തിരിക്കുന്ന വിലയെന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുകയാണ്. പിന്നെ മലയാളിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു കാര്യമുണ്ട്, എന്ത് അലവലാതിത്തരോ എന്ത് ഊളത്തരോ കൊണ്ടുവന്ന് മുന്നിൽ വെച്ചിട്ട് ഇത് മറ്റേ അഭിനയിച്ചിരിക്കുന്നത് അപ്കമിങ് മോഹൻലാൽ ആയിട്ടുള്ള വ്യക്തിയാണെന്നുള്ള നിലയ്ക്കൊക്കെ അവതരിപ്പിച്ചാൽ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും കേരളത്തിലുള്ള സിനിമാ പ്രേമികൾക്കെല്ലാം ഒരു അഭിനന്ദനം ഈ സന്ദർഭത്തിൽ ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. ഇതുപോലുള്ള മാരണങ്ങളൊക്കെ സിനിമയിൽ കൂടി വന്നു കഴിഞ്ഞാൽ
ആ മേഖല കൂടി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. സ്വയം ഒരു വലിയ സംഭവമാണെന്നും ഞാനൊരു പ്രത്യേക ജനുസാണെന്നും ഞാനൊരു സർവ്വവിജ്ഞാന കോശമാണെന്നും ധരിച്ചു നടക്കുന്ന ഇമാതിരിയുള്ള സാമൂഹിക മാലിന്യങ്ങൾക്ക് ഈ നാട് കൊടുക്കുന്ന ഇതുപോലുള്ള മറുപടി ഉണ്ടല്ലോ, ഒറ്റ ഷോയിൽ വെടിതീർത്ത ആ ഒരു പ്രതികരണം, അതാണ് ഈ നാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ആ വെടിതീർന്നതിന് ശേഷം മരണത്തിന് പുറത്ത് കാണാനേ ഇല്ല. നാട്ടുകാരെല്ലാം കൂടി ഇപ്പോ സിനിമ വിജയിപ്പിക്കുമെന്ന അവസ്ഥയിൽ എത്തിച്ച അദ്ദേഹത്തിന് സുരേഷ് ഗോപിയുടെ മകന്റെ മാധവിന്റെ പടം റിലീസായപ്പോഴുള്ള ഗതികേടിലേക്ക് വന്നിരിക്കുകയാണ്. എന്തിനാടാ കൊന്നേ എന്ന നിലയ്ക്ക് കേരളത്തോട് നാട്ടുകാർ എന്തിനാടാ കൊന്നേ എന്ന ആ ഡയലോഗ് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ആ പടത്തെ അങ്ങ് കേരളം ചവറ്റുകുട്ടയിൽ എറിഞ്ഞതെന്ന് പറയേണ്ടി വരികയാണ്.